വൺ നേഷൻ വൺ ഇലക്ഷന് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നു എന്നത് ഓരോ ജനങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, SIR നടപടികൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവർ ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെ, ദളിത് വിഭാഗങ്ങളെ മുഴുവനായി വോട്ടർ പട്ടികയിൽ നിന്നും ഘട്ടഘട്ടമായി റദ്ദാക്കണം. അതിന് അവർ കണ്ടുവച്ച സൂത്രവഴിയാണ് SIR നടപ്പിലാക്കുകയും വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന രീതിയിൽ വരികയും ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഒരു വലിയ തട്ടിപ്പ് നടത്തി എല്ലാ അട്ടിമറിയിലൂടെയും അധികാരം പിടിച്ചെടുക്കാം. അതിനുശേഷം ഭേദഗതി കൊണ്ടുവരിക, തിരഞ്ഞെടുപ്പ് 5 കൊല്ലം കൂടുമ്പോൾ എന്നുള്ളത് അനിശ്ചിത കാലഘട്ടത്തിലേക്ക് നീക്കുന്നതുൾപ്പെടെയുള്ള പുതിയ ഭേദഗതികൾ കൊണ്ടുവരിക, കേന്ദ്ര സർക്കാരിന് എക്കാലവും നിലനിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുക. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് ഏറ്റവും മികച്ച ഉദാഹരണം. കോൺഗ്രസിന് കൃത്യമായും 4-3 ഭൂരിപക്ഷം കിട്ടിയ കാലഘട്ടം വരെയുണ്ട്. BJPക്ക് 3-2 ഭൂരിപക്ഷം പോലും കിട്ടിയിട്ടില്ല. എന്നിട്ടും അവർക്ക് ഭരണഘടനയെ മുഴുവനായി എടുത്തുകളയണമെന്ന ആഗ്രഹത്തോടെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അബ് കെ ബാത് 400 പാർ എന്ന് പറഞ്ഞത്. ഇതിലും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഒഡീഷയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന നടപടിക്രമം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിൽ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക മാർഗം അവലംബിക്കാൻ എപ്പോൾ സർക്കാർ തയ്യാറാകുമോ അപ്പോൾ കേന്ദ്ര സർക്കാരിന് മറ്റു ചില കാര്യങ്ങൾ കൂടി നേരിടേണ്ടി വരും. അതിൽ ഒന്ന് എന്ന് പറയുന്നത് സഖ്യകക്ഷികൾ തന്നെയാണ്. BJPയുടെ സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാൻ പരിപൂർണമായി കഴിയില്ല. കാരണം കേവല ഭൂരിപക്ഷം അവർക്കില്ല. കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും വൺ നേഷൻ വൺ ഇലക്ഷൻ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിയുമായിരുന്നു. വൺ നേഷൻ വൺ ഇലക്ഷൻ സംവിധാനത്തെ പരിപൂർണമായി തകർത്തുവിട്ടത് ഇന്ത്യയിലെ ജനങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് ഭരിക്കാനാവശ്യമായ അംഗസംഖ്യയിലേക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും BJPയുടെ വർദ്ധിച്ചുവരുന്ന ആധികാരികത തടയാൻ ഒരു പരിധിവരെ കഴിഞ്ഞു. ഇതാണ് 2024 ലോക്സഭയിൽ അവർക്ക് കിട്ടിയ ഏക ആശ്വാസമെന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം വളരെ കരുതലോടെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബീഹാറിലുമൊക്കെയായി പലതരത്തിലുള്ള അട്ടിമറികൾ നടന്നു. ആ അട്ടിമറിയുടെ പല വെർഷനാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ തടയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. എന്നിരുന്നാലും പ്രത്യക്ഷത്തിൽ അവർ ജയിക്കുന്നു, ഭരണത്തിൽ വരുന്നു എന്നുള്ളതൊഴിച്ചാൽ കേന്ദ്രത്തിൽ ഒരു സ്ഥായിയായ വൺ നേഷൻ വൺ ഇലക്ഷൻ മാർഗം ഇംപ്ലിമെന്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് ഒരിക്കലും കഴിയില്ല.